കേരളത്തിലെ ആദ്യത്തെ കാഴ്ച വെല്ലുവിളി നേരിടുന്ന വനിതാ ജഡ്ജായി ചുമതലയേൽക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ മാങ്ങാട് സ്വദേശിയായ താന്യനാഥൻ. ജുഡീഷ്യൽ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയാണ് താന്യ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഉൾക്കണ്ണിൻ്റെയും ഇച്ഛാശക്തിയുടെയും വെളിച്ചത്തിലാണ് മാങ്ങാട്ടെ ജഗന്നാഥൻ്റെയും ബബിതയുടെയും മകളായ താന്യ യാത്ര തുടങ്ങിയത്. കാഴ്ച വൈകല്യമുള്ളവർക്ക് രാജ്യത്ത് ജുഡീഷ്യൽ സേവനങ്ങളിലേക്ക് നിയമനം ലഭിക്കാൻ അർഹതയുണ്ടെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്ന് 1 വർഷത്തിനുള്ളിലാണ് ന്യായാധിപതിയായുള്ള ഈ നിയോഗം. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. പിന്നീട് അതിഥിയായി നമുക്ക് താന്യയും ചേരും. വളരെ സന്തോഷമായിരുന്നു. കാരണം ഒരു ഫീൽഡിൽ നമ്മളൊരു ഫസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു പൊസിഷൻ ഇറിപ്ലേസബിൾ ആണ്. ഒരു കാര്യം ഒരാൾ ആദ്യമായിട്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇപ്പം നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ഒരു ഫീൽഡിൽ ഇന്ന കാര്യം ആദ്യം ചെയ്തത് ഇയാളാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവർക്കത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. അപ്പോൾ ഇപ്പോൾ അത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാവുന്നത്. കണ്ണുകെട്ടിയ നീതിദേവത മുഖം നോക്കാതെ നടപ്പാക്കപ്പെടുന്ന നീതിയുടെ പ്രതീകമാണ്. കാഴ്ചാ പരിമിതി മറികടന്ന മാങ്ങാട് സ്വദേശി താന്യ നീതിപീഠത്തിന്റെ ഭാഗമാകുമ്പോൾ ചരിത്രപരമായ മറ്റൊരു നീതി കൂടി നടപ്പാക്കപ്പെടുകയാണ്. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം ബീങ് ഡിഫറെൻ്റ്ലി ഏബിൾ, പ്രത്യേകിച്ച് ഒരു വിഷ്വലി ചാലഞ്ച്ഡ് എന്നാവുമ്പം നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. ആ ഒരു സമയത്ത് ഞാൻ LLB ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിജിറ്റൽ മെറ്റീരിയൽസൊക്കെ ഒന്ന് ഇവോൾവ് ആയി വരുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി അത് വന്നിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാഴ്ചയുള്ള കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും വായിക്കാം, എത്ര പേജസ് വേണമെങ്കിലും വായിക്കാം, എന്ത് വേണമെങ്കിലും വായിക്കാം. പക്ഷെ നമുക്ക് ആ ഒരു പ്രിവിലേജ് ഇല്ല. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോളജിന് വേണ്ടി ഒരു ക്രേവിംഗ് ഉള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മെറ്റീരിയൽസ് വളരെ കുറവായിരിക്കുമ്പോൾ. പക്ഷെ എന്നാലും പരിമിതമായിട്ടുള്ള എനിക്ക് അവൈലബിൾ ആയിരുന്ന കാര്യങ്ങൾ വെച്ച് ബ്രെയിൽ ലിപിയിലൊക്കെ നോട്ട്സൊക്കെ എഴുതി അങ്ങനെ പഠിച്ചിട്ടാണ് LLBക്ക് ഫസ്റ്റ് റാങ്ക് വന്നത്. കണ്ണൂർ സർവകലാശാലയിൽ നിയമ പഠനത്തിൽ 1ാം റാങ്കുകാരി കൂടിയായ താനിയ തന്നെ പോലെ അനേകം ആളുകൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ഊർജം കൂടിയാണ് പകർന്നു നൽകുന്നത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.